ദേവന്റെ ആ വാക്ക് ഇടിത്തീ പോലെ ഭദ്രയുടെ നെഞ്ചിൽ പതിച്ച് പെട്ടെന്ന് കണ്ണുകൾ ഈറനണിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞപ്പോൾ ദേവനും വല്ലായ്മ തോന്നി. എന്തൊക്കെയാണെങ്കിലും താനത് പറയാൻ പാടില്ലായിരുന്നെന്ന് മനസ്സ് പറയുന്നു. ഒരു പെണ്ണിന് തന്റെ ജീവനേക്കാൾ വിലയാണ് തന്റെ താലിയെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഭദ്രയെയും ആ വാക്കുകൾ വിഷമിപ്പിച്ചെന്ന് ദേവന് മനസ്സിലായി. ദേവനൊന്നും മിണ്ടാതെ കൈകൾ കൊണ്ട് മാലകൾ തമ്മിൽ വേർപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ സാധിച്ചില്ല. ഒട്ടും ചിന്തിക്കാതെ മാറിടത്തെ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് ദേവൻ പല്ലുകൾ ആഴ്ത്തി. പെട്ടെന്നുള്ള ദേവന്റെ പ്രവൃത്തിയിൽ ഭദ്ര ശ്വാസം മാഞ്ഞു വലിച്ചു. ശ്വാസഗതി മാറിയപ്പോൾ ദേവന്റെ പല്ല് നെഞ്ചിൽ കൊണ്ടു എന്നൊരു ശബ്ദത്തോടെ ഭദ്ര ബെഡിൽ കൈകൾ അമർത്തി. ചെയ്ത ശേഷമാണ് ദേവനും താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഓർക്കുന്നത്. ദേവൻ പെട്ടെന്ന് അവളിൽ നിന്ന് അടർന്നു മാറി. അതോടൊപ്പം മാലയും അവൻ വേർപ്പെടുത്തി. പിന്നീട് ഒന്നും മിണ്ടാതെ ദാവണി ഭദ്രയേൽപ്പിച്ച് ദേവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദേവനും ലൂക്കയും പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഭദ്ര മുറിക്ക് പുറത്തിറങ്ങിയത്. ഇന്ന് എൽസയെ നേരിൽ കാണുമെന്ന് ഭദ്ര മനസ്സിൽ ഉറപ്പിച്ചു. ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് പരസ്പരം കാണാതിരിക്കുക എന്നത് അസാധാരണമായൊരു വിഷയമാണ്. അത് ഭദ്രയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ചയേക്കാൾ അതിനുള്ള അവസരം സ്വയം ഒരുക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയ നിമിഷം ഭദ്ര നീതൂറ്റിയുടെ ഡോറ ചിത്രമുള്ള ഒരു മുഖം കൂടി അണിഞ്ഞുകൊണ്ട് എൽസയുടെ മുറിയിലേക്ക് ചെന്നു. എൽസ! ഭദ്രയുടെ പെട്ടെന്നുള്ള വിളിയിൽ എൽസ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ ഡോറയുടെ മുഖം മൂടി അണിഞ്ഞൊരു പെണ്ണ്. ഹായ് ഡോറ! ചിരിച്ച മുഖത്തോടെ എൽസ നോക്കി നിന്നു. ആ നിമിഷം തന്നെ സർവ്വ നിയന്ത്രണവും തെറ്റുന്നതായി ഭദ്രയ്ക്ക് തോന്നി. എന്നാൽ വീടിനകത്ത് വെച്ചൊരു കൂടിക്കാഴ്ച നല്ലതിനാവില്ലെന്ന് അറിയുന്നതുകൊണ്ട് നിറഞ്ഞ കണ്ണുകളും കൃത്രിമമായ ചിരിയുമായി ഭദ്ര എൽസയെ മാടി വിളിച്ചു. ഇങ്ങ് വന്നേ, നമുക്ക് കളിക്കാം. വിളിക്കേണ്ട താമസം എൽസ ഓടിച്ചെന്നു. എൽസയെ അത്രയും അടുത്ത് കണ്ടപ്പോൾ ഭദ്രയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഭദ്ര എൽസയെ ഇറുകെ പുണർന്നു. നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു ഭദ്ര. 3 വർഷത്തെ കാത്തിരിപ്പ് ഇതുപോലെ ഇറുകെ പുണരാൻ, തുരുതുരെ ചുംബിക്കാൻ ഒത്തിരി ആശിച്ചിരുന്ന എൽസ മോൾ. എന്നാൽ വാവിട്ട് പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല. എൽസ ഭദ്രയെ ലൂക്ക തഴുകാറുള്ള പോലെ തഴുകുകയാണ്. ഡോറക്കും ലൂക്കയെ പോലെ എന്നോട് ഐ ലവ് യു ആണല്ലേ, അതുകൊണ്ടാണല്ലോ എന്നെ കെട്ടിപ്പിടിച്ചെന്നേ. പക്ഷെ എനിക്ക് ലൂക്കയാ ഇഷ്ടം. എന്ത് ചെയ്യും? സാരില്ല, ഡോറക്ക് ബുജിയുണ്ടല്ലോ, വിഷമിക്കണ്ട. എൽസ അപ്പോഴും അവരുടേതായ രീതിക്ക് സമാധാനിപ്പിക്കുകയാണ്. എൽസ വായു, നമുക്ക് പുറത്തുപോയി കളിക്കാം, ചിരി വരുത്തിക്കൊണ്ട് ഭദ്ര പറഞ്ഞു. അയ്യോ വേണ്ട, ലൂക്ക ബാക്ക് പറയും, എന്നോട് എവിടെയും പോവരുന്ന് പറഞ്ഞതാ. ചുണ്ടു വിളത്തിക്കൊണ്ട് എൽസ പറഞ്ഞു. ഇല്ല, എന്റെ കൂടെയല്ലേ, ലൂക്കൊന്നും പറയില്ല. ഞാൻ എൽസയുടെ ദേവേട്ടന്റെ ഡോറയാ. വായു, നമുക്ക് പുറത്തുപോയി കളിക്കാം. കയ്യിൽ പിടിച്ചുകൊണ്ട് ഭദ്ര പറയും. എൽസ കൈ തട്ടിമാറ്റി. ഇല്ല, ഞാൻ വരില്ല. ദേവേട്ടന്റെ ഡോറ ഞാനാ, എനിക്ക് ഇഷ്ടമല്ലേ നിന്നെ, പോ. എൽസ കൈ കുടഞ്ഞ് ജനലരികിലേക്ക് ഓടി. അവിടെ ചെന്ന് തിരിഞ്ഞെന്നു. എന്നാൽ ഭദ്രക്ക് അവിടെ ഇഷ്ടമല്ലെന്ന വാക്ക് ഒരുപാട് നൊന്തു. ഒട്ടും ചിന്തിക്കാതെ കഥ കുറ്റിയിട്ട് മുഖം മൂടി പതിയെ അഴിച്ചു മാറ്റി. കലങ്ങിയ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ ഇറ്റുവീണിരുന്നു. എൽസ മോള്! ഹൃദയഭേദകമായ ആ വിളി എൽസയുടെ കാതിൽ തുളച്ചു കയറി. പണ്ടെങ്ങോ കേട്ടുമറന്ന സ്വരം. തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആരും കാണാൻ കൊതിക്കുന്ന ഒരു രൂപം പോലെയാണ് ആ വിളിയിൽ എൽസക്ക് തോന്നിയത്. എന്നിരുന്നാലും എൽസ തിരിഞ്ഞു നോക്കിയില്ല. എൽസ മോളെ! എന്നാൽ ഇടറിയ സ്വരത്തോടെയുള്ള ആ വിളി എൽസയുടെ അബോധ മനസ്സിനെ ഉണർത്തി. തൻ്റെ ഉൾപ്രേരണയിൽ എൽസ പതിയെ തിരിഞ്ഞു. മിഞ്ചിയിട്ട കാൽപാദങ്ങൾ മുതൽ എൽസ പതിയെ തലയുയർത്തി നോക്കി. കഴുത്തിലെ താലി താണ്ടി വിറക്കുന്ന അധരങ്ങളും തിളങ്ങുന്ന മൂക്കുത്തിക്കല്ലും താണ്ടി ആ കരിമഷിയിൽ കുതിർന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് ഭദ്രയെ കാണേണ്ട താമസം എൽസയുടെ കണ്ണുകൾ വിടർന്നു. കാതിലേക്ക് പല ശബ്ദങ്ങളും തുളച്ച് കയറുന്നു. കുഞ്ഞി, ദേവുട്ടി, വേണ്ട കുഞ്ഞി, കുഞ്ഞിയൊന്നും ചെയ്യല്ലേ കുഞ്ഞി. അവസാനമായി തന്റെ ബോധമനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ എൽസയിൽ മിന്നിമറഞ്ഞു. പാഞ്ഞു വരുന്ന കാർ, ചോരയിൽ കുതിർന്ന ദേവൂട്ടി കൈകൂപ്പി പറയുന്ന വാക്ക്, എന്റെ കുഞ്ഞിയൊന്നും ചെയ്യല്ലേ. ഹൃദയമിടിപ്പ് നിലച്ച കുഞ്ഞിയെ കോരിയെടുത്ത് നെഞ്ചോടി ചേർക്കുന്ന ദേവൂട്ടി. കുഞ്ഞി, കണ്ണോർക്ക് കുഞ്ഞി. തലക്കടിച്ച് ഊർന്നുകൊണ്ട് വീഴുന്ന ദേവു. ഓർമ്മകളിൽ നിന്നുള്ളുന്ന എൽസ അലറാൻ തുടങ്ങി. എൽസ മോളെ, എൽസ മോളെ, ഇത് ഞാൻ നിന്റെ കുഞ്ഞ്, ഒച്ചവെക്കല്ലേ പ്ലീസ്. എൽസയെ സമാധാനിപ്പിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തിയെങ്കിലും ഭദ്രക്ക് അതിന് സാധിച്ചില്ല. എൽസ മോള് കുഞ്ഞിയെ, ഞാൻ മരിച്ചിട്ടില്ല. എൽസ മോളെ, ഒച്ച ഉണ്ടാക്കല്ലേ പ്ലീസ്. എൽസയുടെ അലർച്ച കേട്ട് എല്ലാവരും ഓടിയെത്തി. ആ സമയം കൊണ്ട് ഭദ്ര കഥക് തുറന്നിരുന്നു. എന്താ മോളെ, എന്താ പറ്റിയേ? രേവതിയമ്മ ചോദിക്കവേ എൽസ ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് തളർന്നു വീണു. ആശുപത്രി വരാന്തയിൽ വ്യാകുലതയോടെ നടക്കുവാണ് ലൂക്ക. വീട്ടിലെ മറ്റംഗങ്ങളും അവിടെയുണ്ട്.
ഭദ്രയ്ക്ക് ഇനി എന്ത് സംഭവിക്കുന്നറിയാതെ പിടക്കുന്ന മനസ്സുമായി ബെഞ്ചിൽ തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കാണവേ ഭദ്രയുടെ ഉടലാകെ വിറച്ചു. ലൂക്ക, എന്താടാ, എന്തോ പറ്റി? ദേവന്റെ ചോദ്യത്തിന് കറങ്ങിയ കണ്ണുകൾ മാത്രമായിരുന്നു ലൂക്കയുടെ മറുപടി. എന്താ ഉണ്ടായതെന്ന് അറിയില്ലേട്ടാ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഭദ്രേച്ചി എൽസയും മാത്രമേ മുറിയിൽ. എൽസ അലറുകയായിരുന്നു. നന്ദയുടെ വാക്കുകൾ അവസാനിക്കുമ്പോൾ ദേവന്റെ കാലുകൾ ഭദ്രക്കരിയിലേക്ക് ചലിച്ചിരുന്നു. ഭദ്ര ഭയത്തോടെ ഇരുന്നിടത്ത് എഴുന്നേറ്റു. തനിക്ക് നേരെ പാഞ്ഞൂരും ദേവനെ കാണും തോറും ശരീരം തളരുന്നു. എൽസയുടെ കൂടെ വന്നവര്? സിസ്റ്റർ വന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീണ്ടു. സിസ്റ്റർ, എൽസ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ലൂക്ക പരിഭ്രാന്തിയോട് ചോദിച്ചു. പേഷ്യന്റിന് ബോധം വീണു. ആരാണ് ലൂക്ക? നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, കയറി കണ്ടോളൂ. സിസ്റ്റർ പറയേണ്ട താമസം ലൂക്കയും ദേവൻ അകത്തേക്ക് കയറി. ഒരു ഭ്രാന്തിയെപ്പോലെ എല്ലാവരെയും തള്ളി മാറ്റി ഭദ്രയും അവർക്ക് പുറകെ കയറി. ലൂക്ക എൽസ കരിയിലായിരുന്നു. എൽസ മോള്, എന്താണ്, എന്താ പറ്റിയേ? ലൂക്കയുടെ ചോദ്യം ഏറ്റവും കൂടുതൽ തളർത്തിയത് ഭദ്രയായിരുന്നു. ദേവനും അവൾക്കരിയിലായി ചെന്നിരുന്നു. എൽസയെ പതിയെ തലോടി. എൽസ മോള്, ഒന്നുമില്ല കേട്ടോ. മോള് നിനക്കറിഞ്ഞ് ഈ ചേച്ചി മോളെന്തെങ്കിലും പറഞ്ഞോ? ഭദ്രയ്ക്ക് നേരെ കൈ ചൂണ്ടിയായിരുന്നു ദേവന്റെ ചോദ്യം. ഞെട്ടലോടെ ഭദ്ര ദേവനെ എൽസയും നോക്കി. ശേഷം ഭദ്ര എൽസയ്ക്ക് മുമ്പിൽ കൈകൂപ്പി. പ്ലീസ് എൽസ മോള്. നിറകണ്ണുകളോടെ നിസ്സഹായാവസ്ഥയിൽ പതിഞ്ഞ സ്വരത്തിലാണ് ഭദ്ര അത് പറഞ്ഞത്. പറയ് എൽസ, നിനക്ക് എന്താ പറ്റി? വീണ്ടും ലൂക്ക ചോദിക്കവേ എൽസ പറഞ്ഞു. അത് ഈ ടോര പറഞ്ഞു ദേവേട്ടൻ ടോറയുടെ ആണെന്ന്. അപ്പൊ എൽസ മോൾക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ ഒച്ച വെച്ചു. അപ്പൊ എല്ലാരും വന്നു. എൽസയെ അടിച്ചാനാണെന്ന് വിചാരിച്ചു. പേടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കൊഞ്ചലോടെയുള്ള എൽസയുടെ വാക്കുകൾ വീണ്ടും അവരുടെ പ്രതീക്ഷകളെ തച്ചുടച്ചു. ലൂക്ക സങ്കടം സഹിക്കവയ്യാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലൂക്കയ്ക്ക് പുറകെയായി ദേവനും. സന്തോഷിക്കണമോ സഹതപിക്കണമോ എന്നറിയാതെ ഭദ്ര എൽസയുടെ അരികിലായി ചെന്നിരുന്നു. അവള് പതിയെ തലോടി. സോറി എൽസ മോള്. ഡോറ ചുമ്മാ പറഞ്ഞതാ. ദയവേട്ട എൽസ മോള് തന്നെയാട്ടോ. കൊച്ചുകുഞ്ഞിനെ തഴുകുന്ന പോലെ തഴുകുകയും ലാളിക്കുകയുമാണ് ഭദ്ര എൽസയെ. എന്നാൽ എൽസ കൈ തട്ടിമാറ്റി. പോ, എനിക്ക് ഇഷ്ടമില്ല ഈ ഡോര്. പോ. ഭദ്രയെ തള്ളിയേറ്റുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ഭദ്ര പതി ഇരുന്നിടത്ത് എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചു നീക്കി മുന്നോട്ട് നടന്നു. എന്നാൽ പെട്ടെന്ന് ഭദ്രയുടെ കയ്യിൽ ആ പിടി വീണു. എനിക്ക് ഈ ഡോറെ ഇഷ്ടമല്ല, എനിക്കെൻ്റെ കുഞ്ഞിയാണ് ഇഷ്ടം. ഇടറിയ സ്വരത്തിൽ എൽസ പറയുമ്പോൾ ഞെട്ടലോടെ സ്തബ്ധയായി നിൽക്കുകയാണ് ഭദ്ര. താൻ കേട്ട വാക്ക് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നുപോയി. കുഞ്ഞി. എൽസയുടെ വിളി നിറകണ്ണുകളോടെ അത്യധികം സന്തോഷത്തോടെ ഭദ്ര തിരിഞ്ഞു നോക്കി. നിറകണ്ണുകളോടെ എൽസ. എൽസ തലകുലുക്കി. ഭദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൽസയുടെ നെഞ്ചിലേക്ക് വീണു. എൽസ മോള്, അറിഞ്ഞില്ല. ഞാൻ നിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഓടി വന്നേനെ ഞാൻ. മാപ്പ്. ഭദ്ര കരഞ്ഞുകൊണ്ട് പറയുകയാണ്. കുഞ്ഞി, നിന്നിങ്ങനെ കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. ഒരേ നിമിഷം പ്രിയപ്പെട്ടവരുടെ മരണം എന്നെ തളർത്തി. കുഞ്ഞി, ദേവൂട്ടി, അവൾ എവിടെയാ? എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ കാണണം. ആ വാക്കുകളിൽ ഭദ്ര എൽസയിൽ നിന്ന് അകന്നു മാറി. പറയാം, എല്ലാം പറയാം. ഇപ്പം നീ റെസ്റ്റ് എടുക്കുക. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. എൽസ, നീ എന്തിനാ ലൂക്കയോടും ദേവട്ടനോട് കള്ളം പറഞ്ഞു? ലൂക്ക നിന്റെ തിരിച്ചു വരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാ? സത്യമായിട്ടും കഴിഞ്ഞ 3 വർഷത്തെക്കുറിച്ച് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഡോക്ടർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് 5 വയസ്സുകാരിയായ എൽസ മോളെക്കുറിച്ച്. എന്നാൽ 5 വയസ്സുകാരി എനിക്ക് തുടർന്നേ പറ്റൂ. കാരണം നമ്മുടെ ദേവൂട്ടി മരിച്ചെന്ന് എനിക്കറിയാം. ദേവൂട്ടി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നീ ദേവേട്ടൻ്റെ പെണ്ണായിട്ട് ഇവിടെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പഴയ എൽസയായി ഞാൻ മാറിയാൽ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വരും. ഒന്നും കാണാൻ നീ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ട് അവളുടെ കൊലയാളിയെ നമുക്ക് മുന്നിൽ എത്തിച്ചിട്ട് മതി ഇനി എൽസക്കൊരു ജീവിതം. നമ്മുടെ നഷ്ടം മറ്റുള്ളവർക്ക് ചെറുതായിരിക്കാം. എന്നാൽ ഈ അനാഥപ്പെണ്ണിന് നിങ്ങൾ നൽകിയ സന്തോഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്തതാണ്. കുഞ്ഞി, ദേവൂട്ടി എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. ഇനി നീ ഒറ്റക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. നമുക്ക് കൂട്ടായി ദേവൂട്ടിയുടെ ആത്മാവും. എന്നാൽ എനിക്കറിയണം നീ എങ്ങനെ രക്ഷപ്പെട്ടെന്ന്, അവളെങ്ങനെ മരണപ്പെട്ടെന്ന് എല്ലാം. അതിന് ഈ അഭിനയം തുടർന്നേ പറ്റൂ. ഡോക്ടറോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൂടെ ഉണ്ടാവുന്ന വാക്ക് തന്നിട്ടുണ്ട്. നമുക്കിനി ഒരുമിച്ച് മുന്നോട്ട് പോവാം. ചില തീരുമാനങ്ങൾ നല്ലതിനാണ്. ഇനി കുഞ്ഞിയും എൽസയും അവരുടെ ദേവൂട്ടിക്കായുള്ള യാത്ര ആരംഭിക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴും എൽസ ലൂക്കയ്ക്ക് മുന്നിൽ സമർത്ഥമായിട്ട് അഭിനയിക്കുകയാണ്. രേവതി അമ്മയാണ് എൽസയുടെ കാര്യങ്ങൾ നോക്കുന്നത്. കൂട്ടിന് ഭദ്രയുമുണ്ട്. ഉറക്കവും ഒരുമിച്ചാണ്. ഇന്ന് എൽസയ്ക്ക് ലൂക്കയോളം പ്രിയപ്പെട്ടവളാണ് ഭദ്രയെന്ന് എല്ലാവർക്കും അറിയാം. ദേവനാരായണൻ ഉൾപ്പെടെ എല്ലാവരും ലൂക്കയെ സ്വന്തം മകനായി തന്നെയാണ് കാണുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും സ്നേഹം ആവോളം ആസ്വദിക്കുകയാണ് ലൂക്ക. എൽസയിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിലും അത് ചിറക്കിൽ വന്നപ്പോൾ വന്ന മാറ്റമായി കാണാനാണ് ലൂക്ക ആഗ്രഹിക്കുന്നത്.
ദേവനോട് ഭദ്ര മിണ്ടിയിട്ട് ദിവസങ്ങളേറെയായി. കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. അത് ദേവനിലും നേരിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പലതവണ കാരണങ്ങൾ കണ്ടുപിടിച്ച് അടുത്തേക്ക് ചെല്ലുമെങ്കിലും ഭദ്ര ഒഴിഞ്ഞു മാറും. ഇല്ലെങ്കിൽ എൽസ അത് പൊളിച്ച് എട്ടാക്കി മടക്കി കൊടുക്കും. എല്ലാവരും അത്താഴത്തിനായി ഇരുന്നു. ദേവനും ലൂക്കയും നന്ദൂട്ടിയും ടേബിളിന് താഴെയും മറ്റുള്ളവർ മുകളിലും. ഭദ്രയും രേവതിയമ്മയും ഭക്ഷണം പകർത്തുന്നു. എല്ലാവരോടായിട്ട് പറയാ, മറ്റന്നാൾ നമ്മൾ പാലക്കാട്ടേക്ക് തിരിക്കുന്നു, നിങ്ങളുടെ അമ്മ വീട്ടിലേക്ക്. 2 ദിവസം അവിടെ തങ്ങി അവിടെ നിന്ന് നേരെ പഴനി. ദച്ചുവിന്റെ നേർച്ചകൾ തീർത്ത് മടങ്ങുന്നു. ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? മക്കൾക്കോ മരുമക്കൾക്കോ അമ്മക്കോ അങ്ങനെ ആർക്കെങ്കിലും? ഇത് കേൾക്കേണ്ട താമസം കയ്യിലെ വെള്ളം നിറച്ച ഗ്ലാസ് രേവതിയിൽ നിന്ന് തെന്നി വീണു. എന്നാൽ മരുമക്കൾക്ക് സന്തോഷമാണ്, മക്കൾക്ക് അതിശയവും. അച്ചച്ച സൂപ്പർ സൂപ്പർ, നമുക്ക് പോവാം. അപ്പൊ എൽസേച്ചി ലൂക്കാസിനോ അവരെന്ത് ചെയ്യും അച്ചച്ച? സന്തോഷവും സങ്കടവും നിറഞ്ഞ ചോദ്യമായിരുന്നു നീതൂട്ടിയുടെ. അതല്ലേടി കൊച്ചുകാന്താരി പറഞ്ഞേ, മക്കളും മരുമക്കളും ഒന്ന്. ചെറുക്കൽ ദേവനാരായണനിപ്പോ മക്കൾ 5. ലൂക്കയെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, കാണുന്നുള്ളൂ. ഇപ്പൊ മാറി നിന്റെ സംശയം? അച്ഛൻ പറയുന്നു എല്ലാവരുടെയും മനസ്സ് നിറച്ച്. ലൂക്കൊക്കെ പറയാൻ വാക്കുകളില്ലായിരുന്നു. ശരി അച്ഛാ, വേണ്ടല്ലോ, ഞാൻ ഒരുക്കാം. നാളെ രാത്രി പുറപ്പെട്ട രാവിലെ പാലക്കാടെത്താം. ദാസേട്ടൻ പറയുന്നതിന് ശരിയെന്ന് അച്ഛൻ തലവുലുക്കി. എന്നാൽ നിറകണ്ണുകളോടെ ചൂട് വെക്കുവാണ് രേവതി. ഭദ്ര ഓടിച്ചെന്ന് ദേവനാരായണന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചു. താങ്ക് യു അച്ഛൻ, താങ്ക് യു സോ മച്ച്. അമ്മ ഒത്തിരി ഹാപ്പിയായി. ഞങ്ങളും സന്തോഷത്തിന്റെ കണ്ണീരാ ഇപ്പൊ കണ്ടത്. ഭദ്ര പറയുന്ന കേട്ട് ദേവൻ ആ സത്യം മനസ്സിലാക്കിയായിരുന്നു. തന്റെ കുടുംബത്തിലെ ഓരോ കരടും പറിച്ചു മാറ്റി കൂടുതൽ ദൃഢമാക്കിയാണ് ഭദ്ര എന്ന്. വാ പൊളിച്ചിരിക്കാതെ കഴിക്കണം, ലൂക്ക ചെവിയിൽ പറയുന്ന കേട്ട് ദേവൻ ഭദ്രയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു. അപ്പോഴേക്കും അച്ഛനും അമ്മക്ക് പുറകെ എഴുന്നേറ്റ് പോയി. പിള്ളേരെ കഴിച്ചിട്ടെല്ലാം പോയി കിടന്ന് അമ്മ അച്ഛൻ്റെ മുറി കിടക്കട്ടെ. ലൂക്ക എൽസയെ കൊണ്ട് നിന്റെ മുറി കിടത്ത്, അവൾക്ക് ഉറക്കം വന്നു. ഭദ്ര നീ ദേവന്റെ ഒപ്പം ചെല്ലു, ഇനിയിപ്പോൾ മാറിയുള്ള കിടപ്പൊന്നും വേണ്ട. നവ്യ പറയുന്ന കേട്ട് ലൂക്കയുടെയും ദേവന്റെയും മനസ്സിൽ എടുപൊട്ടി. രണ്ടാളും ചാടി എഴുന്നേറ്റു. എന്നാൽ എൽസയും ഭദ്രയും ഞെട്ടലോടെ പരസ്പരം നോക്കി. എന്നാ പിന്നെ ഞങ്ങളും അങ്ങോട്ട് അല്ലേടത്തി ദച്ചു പറയുന്നിട്ട് നവ്യ കണ്ണുരുട്ടി. എങ്ങോട്ട്? പോയി ചേട്ടൻ്റെ കൂടെ കിടക്കടാ, നീ തൂട്ടിയും കൊണ്ട് പോയിക്കോ, ഞാൻ രൂപക്കൊപ്പം കിടന്നോളാം. അത്രയും പറഞ്ഞുകൊണ്ട് നവ്യ രൂപയുമായി നടന്നു. അതോടെ ദച്ചുവിടെ വീണ്ടും മൂഞ്ചൽസ്. ലൂക്ക് വരുന്നതിന് മുന്നേ മുറിയിൽ കയറിയതാണ് എൽസ. ബോധത്തോടെ ഇതാദ്യമായിട്ടാണ് ലൂക്കൊക്കെ ഒരു മുറിയിൽ ഉടലാകൊരു വിറ. എന്തിനെന്ന് അറിയുന്നില്ല. അപ്പോഴേക്ക് ലൂക്ക് എത്തിയിരുന്നു. എന്നാടി എൽസ കുറിച്ച് ഇത്രക്കങ്ങ് ആലോചിക്കാൻ? നാളെ ആരുടെ മണ്ട കയറണമെന്നാണോ? മുറിക്ക് ബോട്ടിടുന്ന കൂട്ടത്തിൽ ലൂക്ക ചോദിച്ചു. എന്നാൽ എൽസ മറുപടിയും നൽകിയില്ല. എന്താടി ഒന്നും മിണ്ടാത്തെ? എൽസയെ പുറകിലൂടെ പോണെന്നുണ്ട് തോളിൽ താടി വെച്ചുകൊണ്ട് ലൂക്ക ചോദിച്ചു. എന്നാൽ നിന്ന് വിറക്കിയാണ് എൽസ. ഒന്നുമില്ല ചായ, ഒരു കൊതു. കൊതുവോ? ആ കൊതു എൽസ മോളെ കടിച്ചു, അതിനെ നോക്കായിരുന്നു. നാവിൽ വന്നൊരു കള്ളം പറഞ്ഞുകൊണ്ട് എൽസ രക്ഷ നേടി. ആണോ? എവിടെ കടിച്ചേ? ലൂക്ക ഒന്നുകൂടെ ഇറങ്ങിപ്പെടുന്നോട് ചോദിച്ചു. ദേ ഇവര് കയ്യിലും കഴുത്തിലുമെല്ലാം ചൂണ്ടിക്കൊണ്ട് എൽസ പറഞ്ഞു. എന്നാൽ ലൂക്ക പതി അവൾ ചൂണ്ടിയിടങ്ങൾ ലക്ഷ്യമാക്കി ചലിച്ചു. കൈകൾക്ക് മീതെ ലൂക്ക അമർത്തി ചുംബിച്ചു. എൽസ കണ്ണുകൾ അടച്ചുകൊണ്ട് പല്ല് കടിച്ചു. ശേഷം അവൻ്റെ അധരങ്ങൾ കഴുത്തിലേക്ക് ചലിച്ചു. പിൻകഴുത്തിലെ രോമങ്ങളിൽ ലൂക്ക അമർത്തി ചുംബിച്ചു. എൽസ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അകന്നു മാറി. എന്തോ ആ നിമിഷം ദേഷ്യമാണ് എൽസയ്ക്ക് ലൂക്കയോട് തോന്നിയത്. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മനസ്സുള്ള എന്നെ ഇങ്ങനെയാവുമോ ലൂക്ക നോക്കിയിട്ടുണ്ടാവുക? ഇത്രയ്ക്ക് തരം താഴാൻ ഇങ്ങനെ കഴിയുന്നു. മനസ്സിൽ 1000 ചിന്തകളുണ്ടെങ്കിലും എൽസ അത് പുറമേ കാണിച്ചില്ല. അവൾ ബെഡിൽ കയറി കിടന്നു. ഏറെ നാളുകൾക്ക് ശേഷം എൽസയെ അത്രയെടുത്ത് കണ്ടപ്പോൾ താൻ സ്വയം മറന്നുപോയി. ആ നിമിഷം തനിക്ക് അവൾ തൻ്റെ പെണ്ണായി മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഓർക്കുന്തോറും ലൂക്കയ്ക്ക് സ്വയം പുച്ഛം തോന്നി. ലൂക്ക അവൾക്കരികിലായി കിടന്നു. സോറി എൽസ മോളെ, ഇക്കിളിയായി അല്ലേ? സോറി. ലൂക്ക അറിയാതെ ചെയ്താണ്. എൽസ മോളെ കണ്ട സന്തോഷത്തിൽ ചെയ്തു പോയത്, വേണമെങ്കല്ലേ? അത് പറയുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിങ്ങൽ തികട്ടി വന്നു. ആ വിങ്ങിൽ എൽസയ്ക്ക് വ്യക്തമാക്കി കൊടുത്തു അവളുടെ ലൂക്ക അത്രയും തരം താഴ്ന്നവനല്ലെന്ന്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ലൂക്കയുടെ ഭാര്യയാണ്. എന്നെ സ്വന്തമാക്കാനുള്ള എല്ലാ അവകാശവും ഇന്ന് ലൂക്കയ്ക്കുണ്ട്. എന്നിട്ട് പോലും തന്നെ ഒന്ന് ചുംബിച്ചതിന് മാപ്പ് ചോദിക്കാമെന്ന ലൂക്കയെ ഒരു നിമിഷമെങ്കിലും സംശയിച്ചതിന് സ്വയം ദേഷ്യം തോന്നിപ്പോയി. എൽസ ഒന്നും മിണ്ടാതെ ലൂക്കയെ പുണർന്നു. ലൂക്കയെ അവളെ ചേർത്ത് പിടിച്ചു. എൽസ ലൂക്കയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. നെറ്റിത്തടത്തിൽ ഒരു ചുംബനം പതിപ്പിക്കാൻ ലൂക്കയും മറന്നില്ല. എന്തിനാ എൻ്റെ ഭാര്യയ്ക്ക് അറിയുന്നത്? കട്ടിലിൻ്റെ ഒരറ്റത്തായി കിടക്കുന്ന രേവതിയെ മറുതലക്കൽ തലയ്ക്ക് മീതെ കൈയും വെച്ചുകൊണ്ട് ദേവനാരായണൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ദേവേട്ട, സന്തോഷം കൊണ്ടാ. കണ്ണുനീർ തുടച്ചുകൊണ്ട് രേവതി പറഞ്ഞു. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് പറയായിരുന്നില്ലേ? ഇനി എത്ര അപമാനം സഹിക്കേണ്ടി വന്നാലും തനിക്ക് വേണ്ടി ഞാനത് സാധിക്കില്ലേ? ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണോ താൻ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? മക്കൾ പറഞ്ഞിട്ട് വേണം ഞാനിത് അറിയാൻ. ദേവനാരായണൻ ചോദിക്കുന്നതിന് വാ പൊളിച്ചുകൊണ്ടാണ് രേവതി തിരിഞ്ഞ്. നിങ്ങളിത് എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? അയ്യടാ അങ്ങയുടെ ഒരു ഔദാര്യം, ഒന്ന് പോയേ മനുഷ്യ.
രൂപയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷം അത്രയേ ഉള്ളൂ. അല്ലാതെ വീട്ടിൽ പോകുന്നതിൻ്റെ ഒന്നല്ല. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഈ മാസാമാസം ഗുരുവായൂർ ഭജനയ്ക്കൊന്നും പറഞ്ഞു പോകുന്ന എവിടേക്കെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ടാ. ഒരു ദിവസം കൈയോടെ പിടിക്കുന്നറിയാം. എന്നാലും പോകുന്നവരെ പോയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ മരുമക്കളോട് പറഞ്ഞത് ഈ വാർത്ത ചെവിയിലെത്തിക്കുന്ന എനിക്ക് അറിയായിരുന്നു. അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനാ അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെച്ച്. പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ മരുമക്കൾക്ക് നമ്മളെ ജീവനാ. അതറിഞ്ഞപ്പോൾ ഒരു സന്തോഷം. എല്ലാം കേട്ട് വായുമ്പോൾ ചിരിപ്പാണ് നമ്മുടെ ദേവനാരായണൻ. അങ്ങേരിപ്പോൾ ആരായി? എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഓട്ടെ, സാരമില്ല, അടുത്ത ചതിയിൽ നിന്ന് കിഴിച്ചു തരാം. അത്രയും പറഞ്ഞുകൊണ്ട് രേവതിയമ്മ പൊട്ടിച്ചിരിച്ചു. കൂടെ ദേവനാരായണനും. ഇതല്ലേ പ്രണയം, വർഷങ്ങൾ പൊലിഞ്ഞു പോയിട്ടും കെടാതെ സൂക്ഷിക്കുന്ന ആത്മാർത്ഥ പ്രണയം, വൃദ്ധനെയും 16കാരനാക്കുന്ന പ്രണയം. യെസ്, ദ മാജിക് ഓഫ് ലവ്. ഭദ്ര വരാനായി എന്നുമില്ലാത്ത കാത്തിരിപ്പിലാണ് ഇന്ന് ദേവൻ. എന്നാൽ ഞാൻ വരില്ലെന്ന വാശിയിൽ ഭദ്രയും കാത്തിരുന്ന് 6 പെഗ്ഗാണ് അകത്താക്കിയത്. എന്നാലും കപ്പാസിറ്റിക്ക് ഒരു കുറവുമില്ല. അപ്പോഴാണ് ഭദ്ര മുറിയിലേക്ക് വരുന്നത്. നീ എവിടെയായിരുന്നു ഇത്ര സമയം? ബോട്ടിൽ കബോൾ വെച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. എന്നാൽ ഭദ്ര മറുപടി വരാതെ കയറിക്കിടന്നു. നിന്നോടാ ചോദിക്കുന്നത്, ചെവി കേൾക്കുന്നില്ലേ? എവിടെയായിരുന്നെന്ന് അവൾക്കരികിലായി കിടന്നുകൊണ്ട് ദേവൻ ചോദിച്ചു. ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ? ഇന്നോ നാളെ അവസാനിക്കുള്ള ബന്ധമില്ലേ നമ്മുടേത്? അതിനിടയിൽ ഞാൻ എന്ത് ചെയ്താൽ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ? ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് മുഖത്ത് നോക്കാതെ ഭദ്ര പറഞ്ഞു. എന്നാൽ ദേവൻ അവൾ വലിച്ച് തനിക്ക് ആമുഖമായി കിടത്തി. ശേഷം അവളുടെ കഴുത്തിലെ താലി കൈകളിലെടുത്തു. ഇത് കണ്ടോ, ഇത് ഈ കഴുത്തിലുള്ളിടത്തോളം നീ ചെറുക്കൽ ദേവാനന്ദന്റെ പെണ്ണാ. അതുകൊണ്ട് നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയണം. ദേവന്റെ വാക്കുകൾക്ക് ഭദ്ര താലി തട്ടിപ്പറിച്ച് കൈകൾക്കുള്ളിലാക്കി. ഇന്നലെ നാളെ അഴിച്ചു വെക്കുന്നതിന് ഞാൻ വലിയ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കുന്നില്ല. അതായിരുന്നു ഭദ്രയുടെ മറുപടി. ഓ, അതാണ് കാര്യം. ശരി, തെറ്റാണ് പറഞ്ഞ്. സോറി, പോരെ. ഇനി മാഡത്തിന്റെ കാല് വീഴണം. ദേവൻ പറയുന്ന കേട്ട് ഒരു ചെറുപുഞ്ചിരി ഭദ്രയിലും തെളിഞ്ഞു. ആ വേണം, കാലുപിടിക്ക്, കുസൃതിയുടെ ഭദ്ര പറഞ്ഞു. അതിനെന്താ, പിടിക്കാലോ. എൻ്റെ ഭാര്യയുടെ അല്ലേ, എനിക്കൊരു അഭിമാനക്കുറവുമില്ല. പറയുന്നതിനൊപ്പം ബെഡിൽ ഉരുണ്ടുകൊണ്ട് ഭദ്രയുടെ കാൽ കീഴിൽ ചെന്നു. അയ്യോ ദേവട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞ മാറിയേ. ഭദ്ര പറയുന്നതിന് മുന്നേ ദേവൻ കാലിൽ പിടിമുറുക്കി. സാരി അല്പം മുകളിലേക്ക് പൊക്കിക്കൊണ്ട് അവളുടെ ഭംഗിയുള്ള കാൽവിരലുകളിലേക്ക് നോക്കി. നീലക്കല്ല് പതിപ്പിച്ച വെള്ളയിൽ പണിഞ്ഞ മിഞ്ചിയിലേക്ക് ദേവന്റെ കണ്ണു പാഞ്ഞു. ഒട്ടും ചിന്തിക്കാതെ മിഞ്ചിയോട് ചേർത്ത് അവിടെ വിരലിൽ നല്ലൊരു കടി ദേവൻ ഭദ്രക്കായി നൽകി. ആ ദേവൻ, എനിക്ക് നൊന്തു കൂട്ടോ. നോവട്ടെ, നോവാനാണല്ലോ ചെയ്ത്. എനിക്ക് ഇങ്ങനെ മാപ്പ് ചോദിക്കാൻ അറിയും. ഇനിയും പിടിക്കണം, കയ്യോ കാലോ, അതോ ഇനി വേറെ എവിടെയെങ്കിലും. ഇടുപ്പിലേക്ക് ചൂട് നോക്കിയിട്ട് ദേവൻ പറഞ്ഞു. പോടത്തെ മാടി. ഭദ്രയെ ചുണ്ടിടിപ്പിച്ച സന്തോഷത്തിൽ ദേവനും ചിരിയോടെ കട്ടിലിന്റെ മറുതലക്കിൽ കിടന്നു. പുൻചിരിയോടെ ഭദ്രയും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഹലോ. മറുതലക്കിൽ നിന്നും പെണ്ണിന്റെ ശബ്ദം കേൾക്കവേ കിച്ചു ഉറക്കച്ചടവോടെ പറഞ്ഞു. ചിഞ്ചു, മഞ്ജു, അഞ്ചു, ഇനി ഏതവളാണെങ്കിൽ വെച്ചിട്ട് പോയിക്കും. ഞാൻ നന്നായി, എനിക്ക് ഉറങ്ങണം. കിച്ചു പറയുന്ന കേട്ട കൃപ സന്തോഷത്തോടെ എന്നാൽ അല്പം കുശുമ്പോടെ പറഞ്ഞു. ഞാൻ മഞ്ജുവും ചിഞ്ചുവും ഒന്നല്ല, കൃപയാ. ആ പേര് കേൾക്കുന്ന താമസം കിച്ചു ചാടി എഴുന്നേറ്റു. കൃപ ടീച്ചറോ? എന്താ കൃപ ഈ നേരത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, ഉറങ്ങിക്കാണെന്ന് കരുതിയില്ല. കിച്ചോട്ട് ഉറങ്ങിക്കോ. അത് സാരമില്ല, താൻ പറ. അല്ല, നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. അതിനെന്താ, ഞാൻ വരാം. സ്കൂൾ മുമ്പിലുണ്ടാവും ഞാൻ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിച്ചു അത്രയും പറഞ്ഞുകൊണ്ട് കോൾ അവസാനിപ്പിച്ചു. ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന സന്തോഷം ഇന്ന് വരെ മറ്റൊന്നിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നാൽ എന്തിനാ കാണാമെന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. എത്ര തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സുൽത്താൻ കുറച്ചു മുന്നേ നടന്ന കാര്യമോർത്തു. സന്ധ്യമയങ്ങി വരമ്പിലൂടെ നടക്കുമ്പോഴാണ് വൈദേഹി ആ വഴി വരുന്നത്. സത്യത്തിൽ അവൾ കണ്ടില്ലെന്ന് വേണം പറയാൻ. മനസ്സിൽ എൽസയും ഭദ്രയും മാത്രമായിരുന്നു. അവരുടെ അഭിനയത്തിന്റെ അവസാനം എന്താവുമെന്ന ഭയം. എതിർവശത്തു കൂടി നടന്നു വരുന്ന വൈദേഹി തനിക്ക് മുന്നിലെത്തിയപ്പോൾ നിന്നു. എന്നത്തെയും പോലെയല്ല, മുഖത്ത് ഗൗരവമാണ്. കണ്ണെല്ലാം നിറഞ്ഞിരുന്നു. ഏറെ നേരം കരഞ്ഞ പാടുകൾ മുഖത്ത് വ്യക്തമാണ്. അവൾ തനിക്കായി കാത്തുന്നതാവണം. വഴിന്ന് മാറി, സുൽത്താൻ പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണെങ്കിലും ഇനി നാളെ ആവും. നേരെ ഇരുട്ടി തുടങ്ങി. നീ വീട്ടിൽ പോകുന്നൊക്കെ വൈദേഹി. പുതിയ പ്രശ്നങ്ങളിൽ തുടക്കം കുറിക്കരുത്. ചെല്. സൗമ്യതയും എന്നാൽ ഗൗരവയിടകുന്ന ഭാഷാശൈലി. ഞാൻ കാത്തുന്ന കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ്. അതറിഞ്ഞാൽ പോയി തരാം. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണ്? ഞാൻ ഉദ്ദേശിച്ച പ്രണയം. അതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടം അംഗീകരിക്കാത്തത്. തുളുമ്പാ നിൽക്കുന്ന കണ്ണുനീന് കടിഞ്ഞാനിട്ടുകൊണ്ട് വൈദേഹി ചോദിച്ചു. നീ വഴിന്ന് മാറി ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ വരരുത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. നിന്നെ എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. വൈദേഹി മറികടന്ന് സുൽത്താൻ നടന്നു. എന്നാൽ വൈദേഹി സുൽത്താന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പൊ കിച്ചേട്ടൻ പറഞ്ഞ സത്യമായിരുന്നു അല്ലേ? ആ തട്ടക്കാരിയോട് നിങ്ങൾക്ക് പ്രേമായിരുന്നു എന്ന് എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു? അറിഞ്ഞിരുന്ന നിങ്ങൾക്ക് പുറകെ ഞാൻ പ്രാന്തി പോലെ നടക്കില്ലായിരുന്നല്ലോ. സത്യം പറയും സുൽത്താനെ, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാണ്? അതെന്നെ പറ്റിക്കാൻ ചുമ്മാ? ഇറ്റ് വീഴുന്ന കണ്ണീർ തുടച്ച് നീക്കൊണ്ട് വൈദേഹി ചോദിച്ചു. സുൽത്താൻ എന്ത് മറുപടി പറയണമെന്നറിയാൻ നിന്നു.